പാലക്കാട് ഒരു പേരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സിപിഎമ്മും അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പേര് നൽകിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ്. എം.പി ലാഡ്സ് മാർഗരേഖയിൽ പറയുന്നതിന് വിരുദ്ധമായാണ് ബസ് സ്റ്റാൻഡിൽ എം.പിയുടെ പേര് ലക്ഷങ്ങൾ ചെലവാക്കി ആലേഖനം ചെയ്തിരിക്കുന്നത്. പേര് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി മുനിസിപ്പൽ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകി. സെപ്റ്റംബർ 23-നാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ബസ് സ്റ്റാൻഡിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പേര് സ്ഥാപിച്ചത്. 2.26 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ 2 ലക്ഷത്തോളം രൂപ ചെലവാക്കിയായിരുന്നു എം.പിയുടെ പേര് വലുതായി എഴുതി വെച്ചത്. എന്നാൽ ഇത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് വിവരാവകാശ രേഖ പറയുന്നു. എം.പി ലാഡ്സ് മാർഗനിർദ്ദേശങ്ങളിലെ ഖണ്ഡിക 3.2.17 അനുസരിച്ച് എം.പി ലാഡ്സ് ഫണ്ട് വിനിയോഗിച്ച് നടത്തുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ ഉടൻ അവ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയും പൊതുജന അവബോധത്തിനായി കല്ലിൽ ജനങ്ങൾക്ക് വായിക്കാവുന്ന തരത്തിൽ എം.പിയുടെ പേരും പദ്ധതി വിവരങ്ങളും പ്രദർശിപ്പിക്കണമെന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതായത് പദ്ധതി തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഉള്ളതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാനായി എഴുതിവെക്കണമെന്ന് സാരം. എന്നാൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി തൻ്റെ പേരിനാണ് അധിക പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് ബസ് സ്റ്റാൻഡിൽ കാണാൻ കഴിയും. PR വർക്കിനായി ജനങ്ങളുടെ നികുതിപ്പണം ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡ് എടുത്തു മാറ്റണമെന്ന് BJP ആവശ്യപ്പെട്ടു. ആ ശിലാഫലകത്തിൽ ഒരു കോപ്പർ കളറിൽ ആ പദ്ധതിയെക്കുറിച്ച്, പദ്ധതിയുടെ കാലാവധിയെക്കുറിച്ച്, MP പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച്, അതുപോലെ അതിൻ്റെ ചെലവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്നാണ് ഗൈഡ് ലൈൻസ് ഉള്ളത്. ഇത് MPക്ക് പ്രചരണം കിട്ടുന്ന രീതിയിൽ ഒരു PR വർക്കായിട്ട് ഇതിനെ മാറ്റുകയാണ്. അതിനുവേണ്ടി പദ്ധതിയുടെ 5% തുകയാണ് ഈ പേര് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ വലിപ്പത്തോളം തന്നെ MPയുടെ പേര് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. ഇത് രാജഭരണമല്ല, ജനങ്ങളുടെ നികുതിക്കാശ് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഇത്തരം പ്രദർശനങ്ങൾക്കൊന്നും നമ്മുടെ നിയമങ്ങളിൽ സാധ്യതയില്ല. മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെ 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് പാലക്കാട് നഗരസഭ. ബസ് സ്റ്റാൻഡിന് അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്ന ആവശ്യവും നേരത്തെ നഗരസഭ കൗൺസിലിൽ ഉയർന്നിരുന്നു. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.